കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ ഈ 3-4 ദിവസം കൂടെ ഉള്ളൂ. അതിനു മുമ്പ് ബി ജെ പിയുടെ സാധ്യതകളൊക്കെ അന്വേഷിക്കാൻ ബാംഗ്ലൂരിൽ നിന്ന് നമ്മളോടൊപ്പം സ്റ്റാൻലി സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെയാണ് ബി ജെ പി വളരെയധികം മുന്നേറുന്നതെന്നാണ് ഈ പറയുന്ന മാധ്യമങ്ങളും മറ്റാളുകളും ഒക്കെ പറയുന്നത്. എന്നാൽ പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് വല്ലാത്തൊരു മുന്നേറ്റമുണ്ടെന്നാണ് സ്റ്റാൻലി വിലയിരുത്തുന്നത്. അതിന് റീസണും ഉണ്ടാകാം. നമുക്ക് ചോദിച്ചറിയാം. സ്റ്റാൻലി, സ്വാഗതം ABC ന്യൂസിലേക്ക്. സ്വാഗതം. നമസ്തേ. അതായത് കേരളത്തിലെ ബി ജെ പിയുടെ ചാൻസുകളെ സംബന്ധിച്ച് ഒരു ശുദ്ധ്യാപരമായ ശത്രുത കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയകൾ വെച്ച് പുലർത്തുന്നതുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രചരണം കേരളത്തിലെ മീഡിയകൾ ബി ജെ പിക്കെതിരെ നടത്തിയിട്ടുണ്ട്. അപ്പോ നമ്മള് ഗ്രൗണ്ടില് പ്രചരണത്തിന് വന്നും പ്രവർത്തകരോട് സംവദിച്ചും നമുക്ക് മനസ്സിലാകുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ കൃത്യമായിട്ട് ബി ജെ പി ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ. അതുപോലെ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിലും കൃത്യമായ ഒരു മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനും പുറമെ ആറ്റിങ്ങൽ, ആലപ്പുഴ, പാലക്കാട്, കാസർഗോഡ്, വയനാട് ഇത്രയും മണ്ഡലങ്ങളിലും കൃത്യമായ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ജയിക്കാൻ വേണ്ടത് നമുക്ക് 40% വോട്ടാണ്. ആ 40% വോട്ടെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന 10 പേരിൽ 4 പേര്, 100-ൽ 40 പേര് നമുക്ക് വോട്ട് ചെയ്താലേ നമ്മൾ ജയിക്കുള്ളൂ, ബി ജെ പി ജയിക്കുള്ളൂ. അപ്പൊ ആ വോട്ട് റീച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ളത് തൃശ്ശൂരാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ നോക്കിയിട്ട് കണ്ടിരിക്കുന്നത്. പിന്നെ ഇനി അതിലും കുറച്ച് വോട്ട് കിട്ടിയാലും ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ചില സാഹചര്യങ്ങളിൽ ഇന്ത്യയിൽ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അതിലും താഴ്ന്ന വോട്ടിലും പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അത് ത്രികോണ മത്സരം നടക്കുമ്പോൾ ഒരാൾക്ക് 34% വോട്ട് കിട്ടുകയും എതിരാളികളുടെ വോട്ട് കൃത്യമായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ആകുകയും ചെയ്യുകയാണെങ്കിൽ, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഡിവൈഡ് ആകുകയും ചെയ്യുകയാണെങ്കിൽ ബാക്കി ആരും 34-ന് മുകളിൽ സ്കോർ ചെയ്യാതെ വന്നാൽ ഈ 34-കാരനും ജയിക്കും. 34-ഓ 35-ഓ 39 വരെയുള്ള ആരും ജയിക്കും. അപ്പോ ചില മണ്ഡലങ്ങളിൽ ഇടതിനും വലതിനും തുല്യമായിട്ടാണ് വോട്ട് പോകുന്നതെങ്കിൽ 35+ ഒക്കെ വാങ്ങിക്കുന്ന ഒരു ബി ജെ പി കാൻഡിഡേറ്റിനും ജയിക്കാം. അതൊരു സാധ്യതയാണ്, അതവിടെ നിലനിൽക്കുന്നു. പക്ഷേ നമ്മൾ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള നരേന്ദ്രമോദിജിക്കും ബി ജെ പിക്കും അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഇപ്രാവശ്യം കുറെ അധികം ജനങ്ങളിൽ അഡീഷണൽ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. വികസനത്തിനോടും ശ്രീരാമ ക്ഷേത്രത്തിനോടും ഒക്കെയുള്ള ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് 2014-നും 2019-നും വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളും ബി ജെ പിക്ക് വന്നിട്ടുണ്ട് കേരളത്തിൽ. പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് 2004-ല് മൂവാറ്റുപുഴയിൽ കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. ഇതിനു മുമ്പ് 2004-ല് മൂവാറ്റുപുഴയിലാണ് NDAക്ക് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയത്, 20 വർഷത്തിന് മുമ്പ്. ഇപ്പോൾ ആവശ്യം അങ്ങനെ ഒരു സാഹചര്യം പത്തനംതിട്ടയിൽ നിലവിലുണ്ട്. അത് പറയൂ. അല്ല, അതെ, ആ രീതിയിലൊരു മുന്നേറ്റം തന്നെയാണോ ഇപ്പൊ ഈ പത്തനംതിട്ടയിലും ഈ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കാനും അത് ഈ അനിൽ ആന്റണിയിലേക്ക് എത്താനും സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തിയത്? അതെ, തീർച്ചയായിട്ടും അനിൽ ആന്റണിക്ക് അനുകൂലമായിട്ട് മറ്റു മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ക്രിസ്ത്യൻ വോട്ടുകൾ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു സത്യമാണ്. സുരേഷ് ഗോപിക്കും കിട്ടിയിട്ടുണ്ട്, അനിൽ ആന്റണിക്കും രാജീവ് ചന്ദ്രശേഖറിനും കിട്ടിയിട്ടുണ്ട്, ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അനിൽ ആന്റണിക്ക് കുറച്ചധികം ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നത് തന്നെയാണ്. കാരണം അവിടുത്തെ MP, പത്തനംതിട്ടയിലെ MP പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവരുടെ ആർമിയെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കുകയും അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു പ്രശ്നം അവിടെ നിലവിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ തോമസ് ഐസക്കിനെ അവിടെ ക്രിസ്ത്യാനികൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് കാണുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു അനിൽ ആന്റണിക്ക് ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. അത് എത്രത്തോളം വോട്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എണ്ണിയാലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ഇഷ്യൂ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചപ്പോൾ സുരേന്ദ്രൻ ഏതാണ്ട് 2.97 ലക്ഷം വോട്ടുകളാണ് പിടിച്ചത്. ആ വോട്ടുകളും ഈ പറയുന്ന ഏകീകരിക്കപ്പെട്ട ക്രൈസ്തവ വോട്ടുകളും കൂടെ അനിൽ ആന്റണിക്ക് ലഭിച്ചാൽ അത് ഒരു അപ്രതീക്ഷിത വിജയത്തിലേക്ക് തന്നെ എത്തില്ല. അല്ല, അവിടെ മത്സരം ഇപ്പോൾ തന്നെ അനിൽ ആന്റണിയും ആന്റോ ആന്റണിയും തമ്മിലാണ്, കോൺഗ്രസും BJPയും തമ്മിലാണ്. LDF അവിടെ 3-ാം സ്ഥാനത്താണ്.
അപ്പൊ അത് തന്നെ അദ്ദേഹത്തിന് ഒരു നേട്ടമാണ്. അത് ജയിക്കുവോ എന്നുള്ള കാര്യം എന്താണ്, നമ്മൾ അങ്ങനെ ഉറപ്പിച്ച് പ്രവചിക്കാൻ മാത്രമുള്ള ഒരു സർവേ നമ്മൾ നടത്തിയിട്ടില്ല. ജനങ്ങളോട് സംവദിച്ചതിൽ നിന്നും അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു വികാരം പലരിലും കണ്ടു. പ്രചരണത്തിന്റെ പല മേഖലകളിലും അൽമായരും അച്ഛന്മാരും സഭാധികാരികളും പലരും അനിൽ ആന്റണിക്ക് അനുകൂലമായ ഒരു നിലപാട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്, അവിടെ പ്രകടമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് വോട്ടിങ്ങിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് ബൂത്തിലിരിക്കുന്നവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ട്. ഈവൻ വികസനത്തിന്റെ കാര്യം വെച്ച് വോട്ട് പിടിച്ച സ്ഥലമാണ് തൃശ്ശൂരും തിരുവനന്തപുരവും. അവിടെയും അങ്ങനെ ഒരു ഇത് ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ ഇത് നോട്ട് ചെയ്യപ്പെടാതെ പോകുന്നതിന്റെ കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് കേരളത്തിലെ ഏകദേശം 15ഓളം ചാനലുകളും 10-20 പത്രങ്ങളും ചേർന്ന് BJP ജയിക്കില്ല എന്ന് 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ എതിർക്കാൻ ആവശ്യമായിട്ടുള്ള, അതിനെ എതിർത്ത് വോട്ട് ചെയ്യാനുള്ള, ഈ പല വികാരങ്ങളും മനസ്സിലുണ്ടെങ്കിലും അതിനെ എതിർത്ത് വോട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം കേരളത്തിലെ വോട്ടർമാർ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എണ്ണിയാലേ പറയാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്നത് 2004 എന്താണ് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം TV-യുടെ ഭാഗത്തുനിന്നും പത്രങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായെങ്കിലും PC തോമസ് ജയിച്ചു, അദ്ദേഹം എന്താണ് നമ്മുടെ O രാജഗോപാൽജി നേമത്ത് ജയിച്ചു, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം അതിനൊരു ചാൻസ് കൂടുതൽ കാണുന്നുണ്ട്. കാരണം രാജ്യം മൊത്തം BJPക്ക് അനുകൂലമായ ഒരു തരംഗം അലയടിക്കുമ്പം ഇപ്രാവശ്യം കേരളം മാറി നിൽക്കാൻ ചാൻസ് ഇല്ല. കേരളവും അതിൻ്റെ അകത്ത് കുറച്ചെങ്കിലും കൂടിയേക്കും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. ഇത് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഒരിടത്തും ഇങ്ങനെ ഒരു പ്രതിഭാസമില്ല. ഇപ്പൊ ഇതുപോലെ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് തൊട്ടടുത്ത സ്ഥലം തമിഴ്നാട്. അവിടെ DMK-യുടെ ഒരു മുന്നണിയും ADMK-യുടെ ഒരു മുന്നണിയും ഉണ്ട്, BJP-യുടെ മുന്നണിയുമുണ്ട്. അപ്പൊ അതും കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം മീഡിയകൾ ഒരു ശത്രുതാപരമായിട്ട് പെരുമാറുന്ന ഒരു കോണ്ടസ്റ്റ് അല്ലെ അങ്ങനെ ഒരു സിറ്റുവേഷൻ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ജനവികാരം അത് വോട്ടായിട്ട് മാറുകയാണ് ചെയ്യാറ്. മീഡിയ അതിനെ ട്വിസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ മീഡിയ അതിനെ നള്ളിഫൈ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവോ വിധ്വംസോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവോ ചെയ്യുന്ന ഒരു കാര്യം മറ്റു സ്റ്റേറ്റുകളിലില്ല. ജനങ്ങളുടെ വികാരം എന്താണോ അത് മീഡിയ റെപ്രസെന്റ് ചെയ്യുന്നു. കേരളത്തിൽ മാത്രമാണ് മീഡിയയുടെ വികാരം ജനങ്ങൾ അനുസരിച്ചോണം എന്ന് വാർത്ത വായിക്കുന്നവരും ആങ്കർമാരും റിപ്പോർട്ടർമാരും എഡിറ്റർമാരും ഓണർമാരും ഒക്കെ ജനങ്ങളുടെ തലയിലോട്ട് കുതിര കയറുന്ന ഒരു സ്വഭാവം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിന് പുറത്തല്ല, ലോകത്തൊരിടത്തേലും ഒന്നും തോന്നുന്നില്ല, ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല. മീഡിയ എന്ത് വിചാരിക്കുന്നു, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ വോട്ട് ചെയ്തോണം, ഞങ്ങൾ സർവേ തരുന്ന പോലെ നിങ്ങൾ വോട്ട് ചെയ്തോണം എന്നൊക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ പ്രതികരിക്കാവൂ, ആ രീതിയിലുള്ള ഒരു എന്താണ് ഒരു മീഡിയ മീഡിയയുടെ ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ഒരു മീഡിയ ഫാസിസം ഉള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരിടത്തും അങ്ങനെ ഒരു ഇതില്ല. ജനങ്ങൾ എന്ത് പറയുന്നു അത് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. കുറച്ചുകൂടെ അക്കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ എന്താണ് നല്ല രീതിയിലാണ് പ്രവർത്തിക്കാറ്. കേരളത്തിൽ അങ്ങനെയല്ല. ഞങ്ങൾ പറയുന്നതിന്റെ അപ്പുറം നിങ്ങൾ പോകരുത്, പോയാൽ അങ്ങനെയാണ് അല്ല പോകുന്നതിന്റെ ഒരു ചാൻസ് പോലും പറ്റത്തില്ല. അപ്പൊ അതൊരു ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ പോലും ഇപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പൊ ജനങ്ങൾ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. ജനങ്ങൾ ധൈര്യം കാണിക്കുക. ഈ മീഡിയയുടെ ഒരു പ്രവചനം അല്ലെ മീഡിയയുടെ വിലയിരുത്തലിന് അപ്പുറത്തേക്ക് തൃശ്ശൂരിലും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഒക്കെ വലിയ മുന്നേറ്റം നടത്തിയെന്നാണ് BJP-യുടെ താഴെ തട്ടിൽ നിന്നുള്ള ഒരു വിലയിരുത്തൽ. അതിൽ എത്രമാത്രം ശരിയുണ്ടാവും? അല്ല, അത് ഇപ്രാവശ്യം എന്താന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് BJP-യിൽ ഇപ്രാവശ്യം ഗ്രൂപ്പിസം ഇല്ലായിരുന്നു, മറ്റു വഴക്കുകളൊന്നും ഇല്ലായിരുന്നു. പ്രവർത്തകരും നേതാക്കന്മാരും കേന്ദ്ര നേതാക്കന്മാരും എല്ലാവരും ഒന്നിച്ചാണ് പ്രവർത്തിച്ചത്. NDA-യിൽ പടലപ്പിണക്കങ്ങളില്ലായിരുന്നു. NDA-യുടെ ഘടകകക്ഷികളുടെ വോട്ട് BJP-ക്ക് വന്നിട്ടുണ്ട്, BJP-യുടെ വോട്ടുകൾ NDA ഘടകകക്ഷികൾക്കും പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറയാൻ ഈ മീഡിയകൾ വളരെ കൂലങ്കഷമായിട്ട് നോക്കിയിട്ടും BJP-ക്കെതിരെ പറയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ദേശീയതയിൽ ഊന്നിയിട്ടുള്ള വികസനവും ഹിന്ദുത്വത്തിൽ ഊന്നിയിട്ടുള്ള രാഷ്ട്രീയവും ഒക്കെ വളരെ കൃത്യമായിട്ട് കേരളത്തിൽ വളരെയധികം ആൾക്കാർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ PFI-ക്കാരെ ടെററിസ്റ്റുകളെ പിടിച്ചകത്തിട്ടതും അതുപോലെ തന്നെ അഴിമതിക്കെതിരെയുള്ള ശക്തമായ നിലപാടുകളും ഒക്കെ കേരളത്തിലെ ആൾക്കാർ വളരെ കൃത്യമായിട്ട് രാജ്യത്തിന്റെ സുരക്ഷിതത്വം അക്കാര്യത്തിലൊക്കെ മലയാളികൾക്ക് ഇന്ത്യക്ക് അകത്തും പുറത്തും അക്കാര്യത്തിൽ അനുഭവമുണ്ട്. അതുകൊണ്ട് ഒരു BJP-ക്ക് അനുകൂലമായ ഒരു ജനവികാരം ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിനെതിരെ ആന്റി ഇൻകംബൻസി അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെയും സ്റ്റേറ്റിലെ പ്രതിപക്ഷത്തിനെതിരെയും ജനങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം ഇവർ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് ഈ 10-60 വർഷം സ്റ്റേറ്റിനെ കൊള്ളയടിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. അപ്പോൾ പല കാരണങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അത് ഇപ്പോഴത്തെ എക്കോസിസ്റ്റത്തിൽ നിന്ന് മാറി, ഈ ഇടത് വലത് ജിഹാദി മീഡിയ എക്കോസിസ്റ്റത്തിൽ നിന്ന് മാറി ദേശീയതയിലേക്ക് വോട്ട് ചെയ്യാൻ ഒരു ധൈര്യം വേണം. അതായത്
ഇപ്പൊ നമ്മുടെ കൂടെയുള്ളവൻ ചെയ്യുവോ, വീട്ടിലുള്ളവൻ ചെയ്യുവോ, സുഹൃത്ത് ചെയ്യുവോ നോക്കാതെ ഞാൻ രാഷ്ട്രത്തിന്റെ കൂടെയാണെന്ന് പറഞ്ഞ് ചെയ്യാനുള്ള ഒരു ധൈര്യം മലയാളിക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് ചെയ്തിട്ടുണ്ട് എന്നാണ്. കാരണം പണ്ടൊക്കെ പോകുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ വീട് കയറാൻ പോകുമ്പോഴും നോട്ടീസ് കൊടുക്കാൻ പോകുമ്പോഴും പ്രചരണത്തിന് പോകുമ്പോഴും ഒക്കെ കുറെ കൂടെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം ഈ 10-32 വർഷമായി ഞാൻ ഈ പാർട്ടിയിൽ. അപ്പം മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ആൾക്കാരുടെ സമീപനത്തിലും ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലും അവര് BJP യെ പറ്റി കേൾക്കാനും താല്പര്യപ്പെടുന്നുണ്ട്. അവരക്കാര്യത്തിൽ അവർക്കൊരു കുറച്ചുകൂടെ BJP അനുകൂല നിലപാട് വന്നിട്ടുണ്ട്. അത് പുറത്തു പറയുന്നില്ലെങ്കിലും വോട്ടിങ്ങിൽ അത് പ്രതിഫലിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ ആലപ്പുഴയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് കരുതപ്പെടുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ സമാഹരിക്കുന്ന വോട്ടുകൾ BJPക്ക് വലിയ മേൽക്കൈയാണ് പിന്നീട് നൽകാറുള്ളത്. അതിന് സമാനമായ സ്ഥിതി ആലപ്പുഴയിലുണ്ടായത്. ഉണ്ട്. ആലപ്പുഴയില് ശോഭാജി ഏത് മണ്ഡലത്തിലും ഒരു ബെറ്റർ കാൻഡിഡേറ്റ് ആണ്, ബെറ്റർ ലീഡറാണ്. ആൾക്കാർക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികളും ഒക്കെ അവർക്ക് വലിയൊരു റെസ്പെക്റ്റ് ആണ് കൊടുക്കുന്നത്. ഞാൻ റോഡ് ഷോയ്ക്കും പ്രചരണത്തിനും ഒക്കെ അവിടെ പോയതാണ്. അപ്പോ വലിയൊരു ആവേശം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ അവിടെ ഏകദേശം 1.25 ലക്ഷം വോട്ട് ഇതിനു മുമ്പ് ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്. അദ്ദേഹം എറണാകുളത്താണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഉണ്ടാക്കി വെച്ച ആ ഒരു ഇമ്പാക്ട് ശോഭാജിക്ക് നല്ലൊരു തുടക്കം നൽകിയിട്ടുണ്ട്. അവിടെയും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇടത് MPക്കെതിരെ അവിടെ ഒരു ജനവികാരമുണ്ട്. പിന്നെ അവിടുത്തെ കോൺഗ്രസ് കാൻഡിഡേറ്റിന്റെ അദ്ദേഹം മണ്ഡലം ഉപേക്ഷിച്ചിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നു. അതേ സംബന്ധിച്ച് ഒക്കെ പല ആശങ്കകളും ജനങ്ങൾക്കുണ്ട്. കാരണം ഇനിയും ഇപ്പൊ എന്താണേലും ഡൽഹിയിൽ മോഡിജിയാണ് വരുന്നതെന്നുള്ളത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, സ്ഥിരബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ ഇവിടുന്ന് പ്രതിപക്ഷത്തിരിക്കാനും ബെഞ്ചേ കയറി നിന്ന് മുണ്ട് പറിച്ച് തലേ കെട്ടാനും ഒക്കെ ആൾക്കാര് പോകണോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് പല 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 ആൾക്കാർ, അതായത് പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി എന്തിനാണ് കേരളത്തിൽ നിന്ന് 10-20 പേര് പോകുന്നത്, ഇപ്പൊ കുറച്ചുപേരെങ്കിലും ഭരണപക്ഷത്തുള്ളവർ വരട്ടെ എന്നുള്ള ഒരു ചിന്താഗതി പലയിടത്തും വന്നിട്ടുണ്ട്. കാരണം BJPയുടെ MPമാർ കൊണ്ടുവന്ന വികസനങ്ങൾ രാജ്യം മുഴുവൻ നാട്ടുകാർ ഇപ്പൊ കാണുന്നുണ്ട്. റോഡുകള്, പാലങ്ങള്, എയർപോർട്ട്, പോർട്ട്, കോളേജ്, IIM, IIT അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും ഉണ്ടാവും അവിടെ. വോട്ട് അതായത് ഓരോ മണ്ഡലത്തിൽ നിന്നും തങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ പ്രതിപക്ഷ ബെഞ്ചിൽ പോയിരിക്കണോ, അതോ ഈ പറയുന്ന ഭരണപക്ഷത്തിന്റെ കൂടെ നിൽക്കണോ, അതിൽ ചിലർ മന്ത്രിയാകണോ, അങ്ങനെയൊക്കെ ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയെന്നാണോ വിലയിരുത്തുന്നത്? അതെ അതെ, അതായത് അങ്ങനെ ഒരു ചിന്താഗതി വന്നിട്ടുണ്ട്. കാരണം ഇവിടുന്ന് പോയ ഈ ഇടത് വലത് MPമാരെന്ന് പറയുന്നത് പാർലമെന്റിൽ ഇരുന്ന് പോലുമില്ല, അവിടെ അലമ്പുണ്ടാക്കുകയായിരുന്നു, അവിടെ മൊത്തം നശിപ്പിക്കുകയായിരുന്നു. അതായത് യാതൊരു മര്യാദയില്ലാത്ത ഒരു പാർലമെന്റ് അംഗത്തിന് ചേരാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. പല പ്രാവശ്യം സസ്പെൻഷൻ വാങ്ങിക്കും, ഡിസ്മിസൽ വാങ്ങിക്കും, പിന്നെ ക്ഷമ എഴുതി കൊടുക്കും, കയറും, തിരിച്ചു കയറും. ഇന്ന് വരെ കേരളത്തിന് വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ 20 പേരിൽ ആരും ഒന്നും ചെയ്തിട്ടില്ല. അതിനു പുറമെ ഒരു MP മാത്രമേ എന്തെങ്കിലും, അതായത് കേന്ദ്രത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മാത്രമേ ഒരു MP മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ആ MP 3-ാം സ്ഥാനത്തായി തോക്കാനും കൂടെ ചാൻസ് ഉണ്ട്. അത് ഞാൻ പേര് പറയുന്നില്ല ഇപ്പൊ, അത് ഒരു ദിവസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതായത് കേന്ദ്രത്തിന്റെ പദ്ധതികൾ ഇടതിന്റെയും വലതിന്റെയും പിന്തുണ ഇല്ലാതെ സ്വന്തം നിലയിലൊക്കെ അല്പസ്വല്പമൊക്കെ മണ്ഡലത്തിൽ നടപ്പിലാക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരു MP ചിലപ്പോൾ 3-ാം സ്ഥാനത്താകുന്നുണ്ട്. അതിന്റെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വികസനത്തിനെ സംബന്ധിച്ച് ഒരു അറിവ് കിട്ടുന്നതല്ലാതെ അതിന്റെ പ്രയോജനം എന്താണ്, അതുകൊണ്ട് അതിന്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്കൊരു കൃത്യമായ ഒരു കാഴ്ചപ്പാട് കിട്ടുന്നില്ല. അത് നമുക്കും വേണം എന്ന് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ ഇപ്പോഴും വരുന്നില്ല. വരുമായിരിക്കും, കാരണം ചേഞ്ചസ് ഒക്കെ പയ്യെ വരത്തുള്ളൂ. നമുക്ക് ബലമായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ജനങ്ങൾ മനസ്സിലാക്കി ആ സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ എഞ്ചിനീയറിംഗും സോഷ്യൽ ചേഞ്ചും ഒക്കെ വരുന്ന അത് ആ സമയത്തേ വരത്തുള്ളൂ. ബലം പിടിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. ബട്ട് ഇതൊരു പോസിറ്റീവ് ചേഞ്ച് ആണ്. കാരണം ജനങ്ങൾ BJPക്ക് അനുകൂലമായി ചിന്തിച്ചു തുടങ്ങി, ഫേവറബിൾ ആയിട്ട് ചിന്തിച്ചു തുടങ്ങി. പണ്ടൊക്കെ നേരത്തെയൊക്കെ നമ്മൾ പോകുമ്പം ഈ മീഡിയ പ്രവർത്തനം കാരണം അയ്യോ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടീസ് തരണ്ട, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ, വർഗീയവാദി, ചാണകം, അങ്ങനെയൊക്കെയുള്ള സ്ഥിരം ക്ലീശയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെയുള്ള യാതൊരുവിധ എതിർപ്പും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ലായിരുന്നു. പ്രവർത്തകരും ചുരുക്കി പറയുകയാണെങ്കിൽ BJPക്ക് കേരളത്തിൽ നിന്ന് എത്ര സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്, എങ്ങനെ വിലയിരുത്താം? ഏറ്റവും ഞാൻ മിനിമം 1, മാക്സിമം 3, ഇതാണ് എന്റെ ഒരു ഇത്. മിനിമം 1, മാക്സിമം 3 എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. പിന്നെ അതിന്റെ അപ്പുറത്ത് ഇനി തരംഗമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും തരംഗം ഉണ്ടായതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല.
ബട്ട് ഇതാണ് മിനിമം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം. അതിൽ പ്രോബബിലിറ്റി ഇൻ ഓർഡർ പറയുകയാണെങ്കിൽ തൃശ്ശൂര്, ട്രിവാൻഡ്രം, പത്തനംതിട്ട ഇതായിരിക്കും അതിന്റെ ഓർഡർ വിശ്വസിക്കുന്നത്. ഇപ്പൊ നമുക്ക് പറയാം 2004 ഇതേപോലെ 4 മണ്ഡലങ്ങൾ മൂവാറ്റുപുഴ, ട്രിവാൻഡ്രം, പാലക്കാട്, കാസർഗോഡ് ഈ 4 മണ്ഡലങ്ങളായിരുന്നു അന്നും BJP മുന്നേറിയിരുന്നത്. പ്രതീക്ഷിച്ചത് തിരുവനന്തപുരം ജയിക്കുമെന്നാണ്, പക്ഷെ ജയിച്ചത് മൂവാറ്റുപുഴയാണ്. അങ്ങനെയൊക്കെയുള്ള ചില വന്നിട്ടുണ്ട്. എന്തായാലും ഇത്തവണയും BJP ഇവിടെ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇനി 3-4 ദിവസം നമ്മൾ കാത്തിരുന്നാൽ മതി. ആ രീതിയിലാണോ ഫലം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതിനുശേഷം നമുക്ക് കൂടുതൽ ചർച്ചകൾ നടത്താം. തീർച്ചയായിട്ടും. അതുവരെ മീഡിയക്കാർ BJP ഇല്ല എന്നും പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കി കേരളത്തെ മലിനപ്പെടുത്തട്ടെ, അവർക്കൊരാശ്വാസം. അപ്പൊ കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയകളുടെ ഒരു 60 ദിവസം അവർ പ്രയത്നിച്ചതാണ് മോഡിജിയെ തോപ്പിക്കണം, BJPയെ ഇല്ലാണ്ടാക്കണമെന്നൊക്കെ. അപ്പൊ അവരാരും 4-ാം തീയതി അവരെ എക്സ്ട്രീം സ്റ്റെപ്പുകളൊന്നും എടുക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആത്മഹത്യ ഒന്നും അവർ ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. എന്താണേലും നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അവരുടെ പരിശ്രമം നടക്കട്ടെ. ഇപ്പൊ നമ്മളുടെ കർമ്മം ചെയ്തിട്ടുണ്ട്, പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലം BJPക്ക് വിജയം കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മോഡിജി ഗവൺമെന്റിൽ നമ്മുടെ ഒരാൾ വരട്ടെ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.